ഭൂരിപക്ഷം നഷ്ടപ്പെട്ട CPM പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് UDF ആവശ്യപ്പെട്ടു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ CPM സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത UDF വിജയം നേടിയപ്പോൾ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട CPM പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സഹഭാരവാഹികളും രാജിവെക്കണമെന്നാണ് UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി തൃപ്പയാൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. ജനാധിപത്യത്തെ CPM മാനിക്കണം. ഭൂരിപക്ഷത്തെ എത്രനാൾ CPM ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ സാധിക്കും? 14-അംഗ ഭരണസമിതിയിൽ UDF-ന് 6-ഉം LDF-ന് 5-ഉം അംഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ടും CPM അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്കും രാഷ്ട്രീയ മാന്യതയ്ക്കും ചേർന്നതല്ലെന്ന് UDF ചൂണ്ടിക്കാട്ടി. നിലവിലെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് CPM ഭരണസമിതിയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 14-അംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഇപ്പോൾ 6 അംഗങ്ങൾ UDF-ൻ്റെതാണ്. 5 അംഗങ്ങൾ മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായുള്ളൂ. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റും സഹഭാരവാഹികളും അടിയന്തരമായി രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. രാഷ്ട്രീയ മാന്യതയും രാഷ്ട്രീയ ധാർമ്മികതയും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ലെവലേശമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് രാജിവെപ്പിക്കാൻ CPM തയ്യാറാണ്. BJP പിന്തുണയോടെ ഭരണം തുടരാനാണ് CPM തീരുമാനമെങ്കിൽ CPM അത് ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാകണമെന്നും UDF ആവശ്യപ്പെട്ടു. BJP പിന്തുണയോടുകൂടി മാത്രമേ CPM-നെ അധികാരത്തിൽ തുടരാൻ സാധിക്കുകയുള്ളൂ. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് തുറന്നു പറയാൻ CPM പാർട്ടി തയ്യാറാണ്. രാജിവെക്കുന്നതുവരെ പ്രതിഷേധം തുടങ്ങുമെന്നും ഇതിന് തുടക്കം കുറിച്ച് ഡിസംബർ 19-ന് രാവിലെ നാട്ടിക പഞ്ചായത്തിലേക്ക് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തും. ഡിസംബർ 23-ന് 9-ാം വാർഡിൽ വിജയിച്ച P. വിനുവിനെ സ്വീകരണം MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് തൃപ്പയാർ സെന്ററിൽ ജനകീയ വിചാരണയും നടക്കുമെന്നും UDF പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ്, കൺവീനർ KA കബീർ, DCC ഭാരവാഹികളായ അനിൽ പുളിക്കൽ, VR വിജയൻ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.